ഹലോ, അസ്സാം വലൈക്കും. മമ്മൂക്ക പിന്നെ ഒരുപാട് കാലമായി നമ്മളെ സ്കൂളിൻ്റെ പരിസരത്തൊക്കെ ഉള്ള കൗൺസിലറൊക്കെ ആയിരുന്നതല്ലേ. നിങ്ങളുടെ ആ ഒരു ചെറു പ്രായത്തിലുള്ള ആ ഒരു ജീവിതം നമ്മുടെ നാടിന് വേണ്ടിയിട്ട് സമർപ്പിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ എന്ത് പറയുന്നത്, നമ്മളെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന കലാപരിപാടികളും സ്കൂളിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും അറിയുമെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ പുതിയ തലമുറയ്ക്ക് ഒരുപാട് ഉപകാരപ്പെടും. നിങ്ങളൊരു അനുഭവങ്ങളും നിങ്ങളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? വലൈക്കും സലാം. ഫർസാനാണ്. നമ്മുടെ വളരെ സന്തോഷകരമായ ഒരു സുദിനത്തിലാണ് ഞാനിപ്പോൾ ഇല്ല. കാരണം നമ്മുടെ നാടിൻ്റെ ഒരുപാട് കാലത്തെ ചരിത്രം എനിക്കത്ര വെലിങ്ങനൊന്നും അറിയില്ല. എന്നാലും വളരെ കുറച്ച് എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ നാട് പണ്ട് ഞാൻ പഴയ തവണ പറഞ്ഞിട്ടുണ്ട്, ഒരു കാർഷിക മേഖലയാണ് നമ്മുടെ നാട്. കൃഷിക്കാരാണ് ഈ നാട്ടിലെ കൃഷി. പിന്നെ അതുപോലെ തന്നെ ഈ കുടിൽ വ്യവസായം, ഈ നെല്ലിടിച്ചിട്ട് അവലാക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു വീടുകളിലൊക്കെ. ആ പഴയ കാലം, ആ കാലത്ത് വിദ്യാഭ്യാസപരമായിട്ട് ആ കാലത്തിൽ ജനങ്ങൾ വലിയ ഫോക്കസ് കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസപരമായിട്ട് ഇവിടെ നമ്മുടെ ഈ പയ്യന്നൂരിൻ്റെ അടുത്ത് രാമന്തളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള മൗലവി PM മൗലവി എന്ന് പറയുന്ന ഒരു മഹാൻ, അദ്ദേഹം ഇവിടെ വരികയും ഈ നാട്ടിലെ വിദ്യാഭ്യാസ നിലവാരം വളരെ താഴ്ന്ന വിദ്യാഭ്യാസ നിലവാരം കണ്ട് അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൂടുതൽ വിദ്യാഭ്യാസ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു LP സ്കൂൾ സ്ഥാപിച്ചു. വളരെ കുറച്ച് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ കുറച്ച് അധ്യാപകരായിട്ടുള്ള ഒരു LP സ്കൂൾ. തുടർന്ന് അദ്ദേഹം മാനേജറായി സ്കൂളിൻ്റെ. അന്ന് മാനേജറായതിനു ശേഷം വളരെ നാട്ടിൽ പോയി ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോയി കുട്ടികളൊക്കെ കൊണ്ടുവന്നു അവർക്ക് ചെറിയൊരു വിദ്യാഭ്യാസം കൊടുത്തു. തുടർന്ന് ഈ സ്ഥാപനം തായ്നേരി മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്നുള്ള സൊസൈറ്റി ഏറ്റെടുത്ത് കൂടുതൽ വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധ ഏറ്റെടുത്തു. നമ്മുടെ കാദറാജി, മർഹൂം കാദറാജി, അതുപോലെ തന്നെ മുക്കുരി മമ്മീച്ച, KV ഇബ്രാഹിം നാജി, KPC ഇബ്രാഹിം, മുക്കുരി അബ്ദുൽ അസീസ് ഹാജി തുടങ്ങിയ MK അഹമ്മദ് സാഹിബ് തുടങ്ങിയ പല വ്യക്തികളും അന്നത്തെ കാദറാജി സാഹിബിന് സപ്പോർട്ട് കൊടുത്തു. ക്രമേണ അത് LP സ്കൂളായി. 4ാം തരം വരെയുള്ള LP സ്കൂളാവുകയും പിന്നെ 1966 പിന്നെ UP സ്കൂളാവുകയും തുടർന്ന് ഹൈസ്കൂളാവുകയും അങ്ങനെ പടിപടിയായി ഇന്ന് നമ്മുടെ നാട് ഉന്നത വിദ്യാഭ്യാസ നിലവാരമുള്ള ഒരു പ്രദേശമായി മാറുകയും ചെയ്തു. ഇന്നിപ്പോൾ 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. നാടും നഗരവും ഒക്കെ ജനങ്ങളൊക്കെ സജീവമായി പങ്കെടുത്തുകൊണ്ടുള്ള പരിപാടി പലതും നടക്കുകയാണ്. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടിയാണ്. ഈ പരിപാടി കാണാൻ ഈ തലമുറക്ക് ലഭിച്ച ഈ അവസരം ഒരു വലിയ സൗഭാഗ്യമാണ്. കാരണം ഇനി ഒരു 100 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ ഒരു 100ാം വാർഷികം ആഘോഷിക്കൂ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരാശരി ആയുസ് 70 വയസ്സാണ്. 70 വയസ്സിനുള്ളിൽ ഒരാളുകൾക്ക് ഇനി കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് വളരെ സന്തോഷകരമായ ഒരു സമയമാണ് പരിപാടി പങ്കെടുക്കാൻ സാധിച്ചത്. പിന്നെ ഇനിയും കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വേറൊരു ദിവസം വിശദമായിട്ട് എല്ലാ അനുഭവങ്ങളും ആശംസിക്കുന്നു.